നമസ്തേ, ഹിന്ദി ശിക്ഷ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള ഹിന്ദി പ്രചാരസഭ നടത്തുന്ന ദൂസരി പരീക്ഷയുടെ ട്രാൻസ്ലേഷൻ പോർഷനാണ് അടുത്ത് വായിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ വീഡിയോയിൽ ഫസ്റ്റ് ട്രാൻസ്ലേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അടുത്ത് നമുക്ക് ഹിന്ദിയിൽ നിന്ന് മലയാളത്തിലോട്ടുള്ള രണ്ടാമത്തെ ട്രാൻസ്ലേഷൻ വായിക്കാം. രമേഷ് കോ ഏക് ദിൻ ഏക് കുൽഹാടി മിൽഗെ. രമേഷിന് ഒരിക്കൽ ഒരു കോടാലി കിട്ടി. ഹുസൈനിലേക്ക്. അപ്പോൾ നിങ്ങൾക്ക് വായിക്കുമ്പോൾ തന്നെ ഇതിൻ്റെയൊക്കെ അർത്ഥം കിട്ടും. അപ്പോൾ ട്രാൻസ്ലേഷൻ ആദ്യം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റ് പാഠങ്ങളൊക്കെ വളരെ എളുപ്പമായിരിക്കും കേട്ടോ എഴുതാനൊക്കെ. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മോഡലൊക്കെ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ നോക്കി പഠിക്കുക. രമേഷ് കോ ഏക് ദിൻ ഏക് കുൽഹാടി മിൽഗെ. രമേഷിന് ഒരിക്കലൊരു കോടാലി കിട്ടി. ഉസേ ലേക്കർ പഹലേ തോ വഹ് ചോട്ടി ചോട്ടി ടഹനിയ കാട്ടാ രഹ. അത് കൊണ്ടുപോയി അവൻ ആദ്യം കുഞ്ഞു കുഞ്ഞു കൊമ്പുകൾ എന്ത് ചെയ്തു വിട്ടുമായിരുന്നു. ഫിർ ജബ് കാട്ടനെ കോ കുച്ച് ഓർ നാ മിലാ തോ വഹ് കുൽഹാടി ലേക്കർ ബാഹർ ചലി ഗയി. ബാഹർ നിക്കല. പിന്നെ ഒന്നും കിട്ടാതായപ്പോൾ അവൻ എന്ത് ചെയ്തു പുറത്തേക്ക് പോയി, കോടാലിയും കൊണ്ട് പുറത്തേക്ക് പോയി. സാമനെ നീംകായേക്ക് പേടുത്ത. അടുത്ത് ഒരു വേപ്പ് മരം ഉണ്ടായിരുന്നു. വഹൂസ് പേടിക്കെ തനിയക്കോ കുൽഹാടി സെ കാട്ടനെ ലഗ. അവൻ എന്ത് ചെയ്തു ആ മരത്തിൻ്റെ കൊമ്പിനെ കുൽഹാടി കോടാലി കൊണ്ട് മുറിക്കാൻ തുടങ്ങി. തോടി ദേർമേ വഹ് ദക്ക് കർ പേടിക്കെ നീച്ച് ബാറ്റ് ഗിയ. കുറച്ചു നേരം കഴിഞ്ഞവൻ തളർന്ന് മരത്തിൻ്റെ ചുവട്ടിലിരുന്നു. ഉസ്കോ ലഗാ കി വഹാ കഹീ സെ കരാഹനി കി ആവാസ് ആ രഹി ഹെ. അപ്പോൾ അവന് തോന്നി എവിടുന്നോ കരയുന്ന ശബ്ദം കേൾക്കുന്നു. ഉസേ യഹ് ദേക്കർ ആശ്ചര്യ ഹുവാ കി കരാഹനി കി ആവാസ് പേട് സേ ഹി ആ രഹി തെ. അപ്പോൾ അവന് അത്ഭുതം തോന്നി, ഈ കരച്ചിൽ എവിടുന്നാണ് വരുന്നത്? ആ മരത്തിൽ നിന്നാണ് വരുന്നത്. വഹ് ധ്യാൻ സേ സുന്നേ ലഗ. അവൻ ശ്രദ്ധിച്ച് കേൾക്കാൻ തുടങ്ങി. പേട് കഹ്രഹാത്ത. മരം പറയുകയായിരുന്നു, രമേഷ് തും മുझे ക്യൂം കാട്ട് രഹേ ഹോ. രമേഷ്, നീ എന്തിനാ എന്നെ മുറിക്കുന്നത്? ക്യാ തും നഹീ ജാൻതേ കി മേ തുമാരി കിത്തനാ കാം ആതാ ഹോ. നിനക്കറിയില്ലേ ഞാൻ നിനക്ക് എത്രമാത്രം ഉപയോഗമുള്ളതാണ്. അപ്പോൾ അതിൻ്റെ മലയാളം കൊടുത്തിട്ടുണ്ട്. മലയാളം നിങ്ങൾ വായിച്ചു പഠിക്കുക കേട്ടോ. മലയാളം അറിയാമല്ലോ വായിക്കാനൊക്കെ. മലയാളത്തെ അറിയുന്നുണ്ടോ? എനിക്കൊന്നുകൂടെ വായിക്കാം. നോക്കിയോ, പേജ് നമ്പർ വരുന്നത് 213 രമേഷിന് ഒരിക്കലൊരു കോടാലി കിട്ടി. അത് ഉപയോഗിച്ച് അയാൾ ചെറിയ മരത്തിൻ്റെ ചില്ലകൾ വെട്ടാൻ തുടങ്ങി. പിന്നീട് മുറിക്കാൻ ഒന്നും കിട്ടാതെ ആയപ്പോൾ അയാൾ കോടാലി എടുത്ത് പുറത്തു പോയി. മുൻവശത്ത് ഒരു വേപ്പ് മരം ഉണ്ടായിരുന്നു. അയാൾ മരത്തിൻ്റെ തടി കോടാലി കൊണ്ട് വെട്ടാൻ തുടങ്ങി. അയാൾ ക്ഷീണിച്ച് മരത്തിൻ്റെ താഴെ കുറച്ചു നേരം ഇരുന്നു. എവിടെ നിന്നോ ആരോ കരയുന്നതായി അയാൾക്ക് തോന്നി. ആ മരത്തിൽ നിന്നാണ് ആ കരയുന്ന ശബ്ദം വരുന്നത് അറിഞ്ഞപ്പോൾ അയാൾ ആശ്ചര്യപ്പെട്ടു. അയാൾ ശ്രദ്ധിച്ചു കേൾക്കാൻ തുടങ്ങി. വൃക്ഷം പറയുകയായിരുന്നു, രമേഷ്, നിങ്ങൾ എന്തിനാ എന്നെ മുറിക്കുന്നത്? ഞാൻ നിങ്ങൾക്ക് എത്ര പ്രയോജനപ്പെട്ടതാണെന്ന് അറിഞ്ഞുകൂടെ? അടുത്ത മൂന്നാമത്തത് കങ്കാരു ആണ്. കങ്കാരു ഏക്ക് വിചിത്ര വിദേശി ജാൻവർ ഹെ. എന്താണ് കങ്കാരു? ഒരു വിചിത്രമായ വിദേശ മൃഗമാണ്. യഹ് ആസ്ട്രേലിയമേ പായ ജാത്ത. ഇതെവിടെ കാണപ്പെടുന്നത്? ഓസ്ട്രേലിയയിലാണ് കാണപ്പെടുന്നത്. ഉസ്കെ പേട്ട് മേ ഏക്ക് ദൈലി ഹെ. എൻ്റെ വയറ്റിലെന്തുണ്ട്? ഒരു സഞ്ചിയുണ്ട്. ദൈലി കെ ഭീതർ ഉസ്ക ബച്ച രഹത്ത ഹെ. അതിൻ്റെ ഉള്ളിലാണ് എൻ്റെ കുഞ്ഞ് താമസിക്കുന്നത്. കങ്കാരു തേസി സെ ഭാഗ് സക്ത ഹെ. കങ്കാരുവിന് വേഗത്തിൽ ഓടുവാൻ കഴിയും. ഉസ്കെ ഭാഗ്നെ കാ തരീക്ക ബഡാ വിചിത്ര ഹെ. അവൻ ഓടുന്ന രീതി വളരെ വിചിത്രമാണ്. ഐസാ ലഗതാ ഹെ മാനോ വഹ് കൂദ്താ ഹുവാ ജാ രഹാ ഹോ. അവൻ കുതിച്ച് ചാടുന്നത് പോലെയാണ് പോകുന്നത്. ഉസ്കി പൂഞ്ച് ഹി ബഹുത്ത് ലംബി ഹോത്തി ഹെ. അവൻ്റെ വാലും നല്ല നീളമുള്ളതാണ്. വഹ് ഗേഹു ഗോതമ്പ്, ഫൽ പഴങ്ങൾ, സബ്ജിയാം പച്ചക്കറികൾ, പത്തിയാം ഇലകൾ, ഓർ നരം നരം ഘാസ് കാത്തെ ഹെ. ഇളം പുല്ലുകൾ തിന്നുന്നു. ഭാരത് കെ ബഡേ ബഡേ ചിടിയാഘരോമേ കങ്കാരു കോ ഹം ദേഖ് സക്തേ ഹെ. ഭാരതത്തിൻ്റെ വലിയ വലിയ മൃഗശാലകളിൽ നമുക്ക് കങ്കാരുവിനെ കാണാൻ കഴിയും. തിരുവനന്തപുരം കെ ചിടിയാഘർമേ കങ്കാരു നഹി ഹെ. തിരുവനന്തപുരത്തെ മ്യൂസിയങ്ങളിൽ കങ്കാരു ഇല്ല. അപ്പോൾ ഈ ഒരു ട്രാൻസ്ലേഷൻ 9 മാർക്കാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതിലേത് വേണമെങ്കിലും ചോദിക്കും. ഇപ്പോൾ വായിച്ചിട്ട് നിങ്ങൾക്ക് എളുപ്പം വരുന്നല്ലോ അല്ലേ? വളരെ എളുപ്പമാണ്. ദൂസരി നല്ല രസമാണ് പഠിക്കാൻ. ഒരുപാട് കഥകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ മലയാളം വായിക്കാം. കങ്കാരു ഒരു വിചിത്രമായ വിദേശി മൃഗമാണ്. ഇത് ഓസ്ട്രേലിയയിലാണ് കാണപ്പെടുന്നത്. അതിൻ്റെ വയറ്റിലൊരു സഞ്ചിയുണ്ട്. സഞ്ചിയുടെ പുറത്ത് അതിൻ്റെ കുട്ടിക്ക് ഇരിക്കാൻ പറ്റും. കങ്കാരുവിന് വേഗത്തിൽ ഓടാൻ സാധിക്കും. അതിൻ്റെ ഓടുന്ന രീതി വളരെ വിചിത്രമാണ്. നമുക്ക് തോന്നുന്നത് അത് ചാടി ചാടിയാണ് പോകുന്നുവെന്ന്. അതിൻ്റെ വാലും വളരെ നീളമുള്ളതാണ്. അത് ഗോതമ്പും പഴങ്ങളും മലക്കറികളും ഇലകളും നേരിയ പുല്ലുകളും തിന്നുന്നു. ഭാരതത്തിൻ്റെ വലിയ മൃഗശാലയിൽ കങ്കാരുവിനെ നമുക്ക് കാണാൻ സാധിക്കും. തിരുവനന്തപുരത്ത് മൃഗശാലയിൽ കങ്കാരു ഇല്ല. അപ്പോൾ ഇതൊക്കെ നോട്ട് എഴുതി പഠിക്കണം കേട്ടോ, എങ്കിലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അത് നാലാമത്തെ സ്റ്റോറി. കിസി ദേശമേയൊക്കെ രാജാരാജ് കർത്താത്ത. ഒരു രാജ്യത്ത് ഏതോ ഒരു രാജ്യത്ത് ഒരു രാജാവ് രാജ്യം ഭരിക്കുകയായിരുന്നു.
വഹ് ബഹുത്ത് നേക് ഓർ ചതുർ താ. അദ്ദേഹം വളരെ നല്ലവനും സമർത്ഥനും ആയിരുന്നു. ഉസേ അപ്പനെ ദേശിക്ക് പ്രജാക്ക് സുഖ ദുഃഖിക്ക് ഹമേഷ ചിന്ത രഹത്തി തി. അദ്ദേഹത്തിന് തൻ്റെ പ്രജകളുടെ സുഖദുഃഖങ്ങളിൽ എല്ലായ്പ്പോഴും ചിന്തയുണ്ടായിരുന്നു. വഹ് ചാഹതാ താക്കി ഉസ്കെ ദേശമേ ഹർ വ്യക്തി സുഖി രഹെ. അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു തൻ്റെ പ്രദേശത്തെ ആളുകൾ എല്ലാവരും നല്ല സന്തോഷത്തോടെ കഴിയണം. കിസിക്കോ കോയി കഷ്ട് ന ഹോ. ആർക്കും ഒരു ദുഃഖം വരരുത്. ഉസ്കാ മന്ത്രി ഫി ഉസി കെ സമ നേക് ഓർ ചതുർ താ. അദ്ദേഹത്തിൻ്റെ മന്ത്രിയും അദ്ദേഹത്തെ പോലെ നല്ലവനും സമർത്ഥനും ആയിരുന്നു. രാത് കോ രാജ അപ്പനെ വഹ് ബഡി സൂഞ്ച് ബൂഞ്ച് സെ രാജ കാം ചലാത്ത താ. വളരെ ബുദ്ധിപൂർവ്വമാണ് രാജകാര്യങ്ങൾ നടത്തിയിരുന്നത്. രാത് കോ രാജ അപ്പനെ മന്ത്രി കെ സാത്ത് വേഷ് ബദൽക്കർ ഷഹർ മേ ഘൂംത്തെ. രാത്രി കാലങ്ങളിൽ രാജാവ് തൻ്റെ മന്ത്രിയോടൊപ്പം വേഷം മാറി ടൗണിലൊക്കെ കറങ്ങി നടക്കും. എന്തിനാ നടക്കുന്നത്? കള്ളന്മാരോ ആരെങ്കിലും കൊണ്ടുപോകുന്നറിയാം അല്ലേ, ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ദുഃഖം ഉണ്ടോയെന്നറിയാം. വഹ് ജാനനെ കാ പ്രയത്ന കർത്താ കി ഉസ്കെ രാജ്യമേ ലോക് കൈസാ ജീവൻ ബിതാ രഹേ ഹെ. തൻ്റെ പ്രദേശത്തുള്ള ആളുകൾ എങ്ങനെയാണ് ജീവിച്ചിരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി അദ്ദേഹം ശ്രമിച്ചിരുന്നു. വഹ് ദുഃഖി ലോകോങ്കി സഹായത കർത്താ താ. ദുഃഖിതരായ ആളുകളെ സഹായിക്കുമായിരുന്നു. ഉസ്കെ രാജ്യമേ ചോരി ഓർ ബേമാനി കാ നാഭി നാഥ. അദ്ദേഹത്തിൻ്റെ രാജ്യത്ത് കള്ളവും ചതിയൊന്നും ഇല്ല. ഉസ്കി പ്രജ സുഖീത്തെ. അവരുടെ പ്രജകളെല്ലാം നല്ല സുഖിച്ചാണ് കഴിയുന്നത്. സബ് ലോക് രാജാക്കെ ഗുണം ഗായാ കർത്തേ തെ. എല്ലാവരും രാജാവിൻ്റെ ഗുണങ്ങളെ വാഴ്ത്തിപ്പാടുമായിരുന്നു. ഞാൻ എൻ്റെ മലയാളം വായിക്കാം. ഏതൊരു രാജ്യത്തൊരു രാജാവ് രാജ്യം ഭരിക്കുകയായിരുന്നു. അദ്ദേഹം നല്ലവനും സമർത്ഥനുമായിരുന്നു. അദ്ദേഹത്തിന് തൻ്റെ പ്രജകളുടെ സുഖദുഃഖങ്ങളെക്കുറിച്ച് ചിന്തയുണ്ടായിരുന്നു. തൻ്റെ രാജ്യത്ത് ഓരോ വ്യക്തിയും സുഖമായിട്ടിരിക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. ആർക്കും ഒരു വിഷമവും ഉണ്ടാകരുതെന്നും അദ്ദേഹം ചിന്തിച്ചു. അദ്ദേഹത്തിൻ്റെ മന്ത്രിയും അദ്ദേഹത്തെ പോലെ സമർത്ഥനും നല്ലവനുമായിരുന്നു. അദ്ദേഹം വലിയ വിവേകത്തോടെ രാജ്യകാര്യങ്ങൾ നോക്കിയിരുന്നു. രാത്രി രാജാവ് തൻ്റെ മന്ത്രിയോടൊപ്പം വേഷം മാറി പട്ടണത്തിലൊക്കെ ചുറ്റിക്കറങ്ങുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ നാട്ടിലെ ആളുകൾ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് അദ്ദേഹം അറിയാൻ ആഗ്രഹിച്ചിരുന്നു. അദ്ദേഹം വിഷമിക്കുന്ന തൻ്റെ പ്രജകളെ സഹായിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ രാജ്യത്ത് കള്ളവും വഞ്ചനയും ഇല്ലായിരുന്നു. എല്ലാ പ്രജകളും സുഖമായി ജീവിച്ചിരുന്നു. എല്ലാ ആളുകളും രാജാവിൻ്റെ ഗുണങ്ങളെ പ്രശംസിച്ചിരുന്നു. അപ്പോൾ 4 ട്രാൻസ്ലേഷൻ ആയിട്ടുണ്ട്. ഇനി വരുന്ന 4 ട്രാൻസ്ലേഷൻ്റെ വീഡിയോസ് അടുത്ത ദിവസങ്ങളിൽ അയക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും കേട്ടോ. നമസ്തേ.